കോഴിക്കോട് പന്തീരാങ്കാവിലെ വീണ വിജയന്റെ ലേക്കർ ഇന്ത്യ കോർപ്പ് എന്ന സ്ഥാപനത്തിൽ അടിമുടി ദുരൂഹത. തട്ടിക്കൂട്ട് കടലാസ് കമ്പനിയുടെ മറവിലും കോടികൾ തട്ടിച്ചെന്നാണ് ഉയർന്ന വിമർശനം. വിവരങ്ങളുമായി രമ്യ ദാസ് ഉണ്ട് കോഴിക്കോട് നിന്നും. രമ്യ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒന്ന്, ഈ കേസുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളുടെ ഭാഗമായി ഇ.ഡി. പരിശോധനകളൊക്കെ നടത്തുന്ന സമയത്തുണ്ടായിരുന്നത്, ഒന്ന്, ആദ്യഘട്ടത്തിൽ എവിടെയും നമ്മൾ ഈ പറഞ്ഞ കമ്പനിയുമായി ബന്ധപ്പെട്ടുള്ള പേരുകൾ കേട്ടിരുന്നില്ല. പ്രത്യേകിച്ച് ലേക്കർ ഇന്ത്യ കോർപ്പ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ പേര് കേട്ടിരുന്നില്ല. എന്നാൽ പിന്നീട് ഇ.ഡി. തുടർച്ചയായ പരിശോധനകൾ നടത്തുന്നു. അപ്പോഴാണ് അത് പുതിയൊരു കടലാസ് കമ്പനിയുടെ, ഒരു ഷെൽ കമ്പനിയുടെ വിവരങ്ങൾ ലഭ്യമാക്കുന്നത്. അന്വേഷിച്ച് ചെല്ലുമ്പോൾ മുഹമ്മദ് റിയാസിന്റെ സുഹൃത്തായ ഒരു വ്യക്തി, ആ വ്യക്തിയുമായി വീണ വിജയൻ ഒരു പാർട്ട്ണർഷിപ്പ്, ആ പാർട്ട്ണർഷിപ്പിന്റെ പേരിൽ കോഴിക്കോട്ടെ ഒരു പെട്ടിക്കടയുടെ മുന്നിൽ ഒരു പേപ്പർ പ്രിന്റ് എടുത്ത് ഒട്ടിച്ച ഓഫീസ് റൂമുമായിട്ടാണ് ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ പ്രവർത്തിക്കുന്നത്. മറ്റ് വിശദാംശങ്ങൾ രമ്യ. പ്രജിത്ത്, തീർച്ചയായും പ്രജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ലേക്കർ ഇന്ത്യ കോർപ്പുമായി ബന്ധപ്പെട്ട് അടിമുടി ദുരൂഹതയാണ് നിലവിൽ ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് ഈ വീണ വിജയൻ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് ഇ.ഡി. പരിശോധന പലതവണകളായി, അതായത് 3 തവണകളോളമായി വീണ വിജയനുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്നു. ഇതിൽ കഴിഞ്ഞ തവണ, അതായത് 2ാമത്തെ തവണ നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിൽ വീണയുടെ വീട്ടിൽ നിന്നും ഇത്തരത്തിൽ ഡയറി കുറിപ്പുകൾ പിടിച്ചെടുക്കുന്നു. അതിലാണ് ഇത്തരത്തിൽ പല പേരുകളും ഉൾപ്പെട്ടിട്ടുണ്ട്. ഇതിലൊക്കെ തന്നെയാണ് പിന്നീട് ഇ.ഡിയുടെ അന്വേഷണം എല്ലാം പുരോഗമിച്ചത്. ഇതിൽ നിന്നാണ് ഈ ലേക്കർ ഇന്ത്യ കോർപ്പിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഇ.ഡിക്ക് ലഭിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടാണ് അന്വേഷണങ്ങളെല്ലാം പുരോഗമിക്കുന്നത്. ഇതിൽ തന്നെയാണ് ഈ ലേക്കർ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് അടിമുടി ദുരൂഹത ഉള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. അതായത് കോഴിക്കോട് പന്തീരങ്കാവിന് സമീപത്തെ ഒരു 2 നില കെട്ടിടത്തിലെ 1ാം നിലയിലാണ് ഈ ഒറ്റമുറിയിലാണ് ഈ സ്ഥാപനം നിലവിൽ പ്രവർത്തിക്കുന്നത്. അതായത് കൃത്യമായി പറയുകയാണെങ്കിൽ ഈ സ്ഥാപനത്തിന്റെ പേര് വെള്ളക്കടലാസിൽ എഴുതി ഒട്ടിച്ച ഒരു നിലയിൽ മാത്രമാണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് കൂടുതൽ വിവരങ്ങൾ, അതായത് തട്ടിപ്പിന്റെ സ്വഭാവം വെളിപ്പെടുത്തുന്ന തരത്തിൽ ഇത് പുറത്തു വരുന്നത് എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇതിൽ പറയാൻ കഴിയുന്നത്. അതായത് ഈ കെട്ടിട ഉടമയായിട്ടുള്ള ഉടമയുടെ മൊഴി പ്രകാരം ഒരു 3 വർഷം മുൻപാണ് ഈ മുറി വാടകയ്ക്ക് നൽകുന്നത്. എന്നാൽ മെഡിക്കൽ ഉപകരണങ്ങൾ സൂക്ഷിക്കുന്ന മുറി എന്ന നിലയിലായിരുന്നു ഈ സ്ഥലം വാടകയ്ക്കെല്ലാം നൽകിയിരുന്നത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടത് 2023 ഈ ലേക്കർ ഇന്ത്യ കോർപ്പ് ആരംഭിക്കുമ്പോൾ ഈ പങ്കാളിത്ത സ്ഥാപനമായിട്ടാണ് ഇത് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. എന്നാൽ വീണയുടെ ഓഫീസ്, അതുപോലെ തന്നെ വെയർ ഹൗസ്, ഡിപ്പോ, റീറ്റെയിൽ, ഹോൾസെയിൽ ബിസിനസ് എന്നിവയൊക്കെയാണ് ഈ സ്ഥാപനത്തിന്റെ പ്രധാന പ്രവർത്തനവുമായി ബന്ധപ്പെട്ടെല്ലാം രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതായത് കടലാസുകളെല്ലാം തന്നെ രേഖപ്പെടുത്തുക. എന്നാൽ ഈ രേഖകൾ പറയുന്ന പ്രവർത്തനങ്ങൾക്ക് അനുയോജ്യമായ സംവിധാനങ്ങളൊന്നും തന്നെ ഈ ഒറ്റമുറിയിൽ ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പ്രകടമായ സംവിധാനങ്ങളൊന്നും തന്നെ ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഈ തട്ടിപ്പിൽ നിന്നും പുറത്തു വരുന്ന വിവരം. ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇ.ഡിയുടെ നിലവിലുള്ള അന്വേഷണങ്ങളെല്ലാം തന്നെ പുരോഗമിക്കുന്നത്. ഈ ലേക്കർ ഇന്ത്യ കോർപ്പിന്റെ സാമ്പത്തിക ഇടപാടുകൾ, പ്രവർത്തനം, പങ്കാളിത്തം എന്നിവയെല്ലാം തന്നെ ഇ.ഡി നിലവിൽ ഇപ്പോൾ പരിശോധിച്ചു വരികയാണ്. ഈ സ്ഥാപനത്തിന്റെ യഥാർത്ഥ പ്രവർത്തനം, അതുപോലെ തന്നെ സാമ്പത്തിക ഇടപാടുകളുടെ സ്വഭാവം, ഇത് സംബന്ധിച്ചെല്ലാം തന്നെ കൂടുതൽ വിവരങ്ങൾ ഇനിയും പുറത്തു വരേണ്ടതുണ്ട്. കൃത്യമായി പറയുകയാണെങ്കിൽ ഇത് കൃത്യമായി ഇത്തരത്തിൽ ഈ ഒരു കമ്പനി മുഖേന ഇത് രജിസ്റ്റർ ചെയ്തതിലൂടെ വലിയ രീതിയിലുള്ള ഹവാല പണമിടപാട് നടന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇതൊന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങളെല്ലാം നിലവിൽ പുരോഗമിക്കുകയാണ്.